എന്താണ് രത്നമ്മയ്ക്കൊരു വിഷാദം? അയ്യോ എനിക്കൊരു വിഷാദവും ഇല്ല. ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. ഇത് മരുമോളില്ലാത്തതിന്റെ വിഷമാണെന്ന് തോന്നുന്നല്ലോ. അല്ലാതെ അമ്മയ്ക്ക് എന്താ കുഴപ്പം? എന്താ? എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. എടി മരുമോളെ കാണാത്തോണ്ടൊന്നും അല്ല. അല്ല അതുകൊണ്ട് ഇല്ലാതില്ല. ഇവിടെ എത്ര ദിവസമായി പോയിട്ട്. അവളുടെ അച്ഛനെ കാണാൻ പോയതല്ല, അതിന് സുഖമില്ലാഞ്ഞിട്ട്. അച്ഛനെ കാണാൻ പോയത് തന്നെ. എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയാണ് അവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ചത്. എനിക്കൊരു കയ്യാളാകുമല്ലോ എന്ന് കരുതി. അതും ഇല്ലാതായി ഇപ്പൊ. അമ്മയ്ക്ക് എന്താ കുഴപ്പം? അമ്മയ്ക്ക് തൊട്ടടുത്ത് ഞാനില്ലേ. നിനക്ക് നിന്റെ കാര്യം നോക്കണ്ടേ? കൊച്ചിന്റെ കാര്യം നോക്കണ്ടേ? കൊച്ചിനെ വിളിക്കാൻ പോണം, കൊണ്ടാക്കാൻ പോണം. എന്തോന്നാണിത്? അവന്റെ കാര്യം നോക്കണം. സത്യം പറ അമ്മ, അമ്മ ഇന്ന് ഇടതുവശം കുത്തിയാണ് എഴുന്നേറ്റ്. ആകെ പ്രശ്നമാണല്ലോ. നീ പല 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 കാര്യങ്ങളും ചിന്തിക്കുന്നവളാണ്. നീ ഇടതുവശം എഴുത്തോണ്ടാ ഇങ്ങനെ ആയത്. ഇപ്പൊ എന്താ കുഴപ്പം? അമ്മായിമ്മ പോരി വീട്ടിലെടുക്കാൻ പറ്റില്ല കേട്ടോ അവളോട്. എടി ഞാൻ അമ്മായിയമ്മ ഒരു കാര്യമാണ് നിനക്ക് പിന്നെ അവളുടെ വീട്ടിൽ പോയി അമ്മ എടി കെട്ടിക്കൊണ്ടുവന്നത് അവളെ വീട്ടിൽ പോയി നിൽക്കാനല്ല, എന്റെ വീട്ടിൽ നിന്ന് എന്റെ മോന്റെ കാര്യം നോക്കാനാണ്. നിനക്കറിയാമോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, ഒരു ചായ ഇട്ട് എനിക്കെന്താ? ചായ ഇട്ട് തരുമോ? എനിക്ക് നിനക്ക് ഇട്ട് തരാനാ? ഞാനിവിടെ ഉണ്ടെങ്കിൽ നിനക്ക് അതേ ഉള്ളു. നിനക്ക് റെസ്റ്റ് എടുക്കണം. എന്റെ അമ്മേനോടല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അമ്മയില്ലല്ലോ. അതേ വരുന്ന അമ്മയുടെ മോൻ. മോൻ എന്നടാ വന്നപ്പോ ഒരു പഴംപൊരി എന്തെങ്കിലും മേടിച്ചിട്ട് വരായിരുന്നില്ലേ? എന്തൊക്കെ ഞാനെന്നാ ചെല്ലട്ടെ. നീ ഇരിക്കടാ, കാപ്പി പിടിച്ചു പോവാം. എന്തൊക്കെയാടാ? പണിയൊന്നുമില്ല. എന്താ പറ്റിയ? അതെ, വലിയൊരു പണി വന്നിട്ടുണ്ട് തങ്കം. ഇവനെ ട്രാൻസ്ഫർ, സ്ഥലം മാറ്റം. ഇന്നാള് തൃശ്ശൂർക്കായിരുന്നു. അത് നമ്മൾ യൂണിയൻ ഇടപെട്ട് ഒഴിവാക്കിയതാണല്ലോ. ഇപ്പൊ ഇത് ആലപ്പുഴക്കാണ്. അതിപ്പോ യൂണിയനോട് ഇതേപോലെ ഒഴിവാക്കാൻ പറ്റൂല. രണ്ടാമത് വന്നു കഴിഞ്ഞാൽ അത് തടയാൻ പറ്റില്ല. നമ്മളെല്ലാ ശ്രമവും നടത്തി. ഇന്ന് തന്നെ പോയി ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞാൽ കൊടുത്താണ്. അതെങ്ങനെ ശരിയാവും? ഇന്ന് തന്നെയൊക്കെ. അപ്പൊ നീ ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞ കൊറേ ദൂരല്ലേ? ദൂരമുണ്ട്. അപ്പൊ ഇവിടുന്ന് അവിടെ വേറെ ആളുമില്ല, ഇവനാണ് മെയിൻ. അപ്പൊ ചെല്ലാതെ ചാർജ് എടുക്കാതിരിക്കാനും പറ്റൂല. നീ അവിടെ പോയി നിക്കേണ്ടി വരില്ലേ? അതെങ്ങനെ ശരിയാവും? എങ്ങനെ ശരിയാവും പറഞ്ഞാൽ പിന്നെ ജോലി കളയാൻ പറ്റുമോ? അവന് ഞങ്ങളും കൂടെ പോയാലോ? ആദ്യം അവിടെ ചെല്ലട്ടെ, എന്നിട്ട് അവൻ നോക്കിയിട്ട് ഒരു വീടൊക്കെ വാടക എടുത്തു കഴിഞ്ഞാൽ ചെല്ലാം. അതൊന്നും ശരിയാവൂല. ശരിയാവാതെ പിന്നെ എങ്ങനെ? ഇവിടെ എല്ലാവരും ഒറ്റയ്ക്കാണെന്ന് എന്തെങ്കിലും പറയേ. അതൊന്നും പറഞ്ഞാ പറ്റൂല. ഒന്നില്ലേ ജോലി കളയണം, അല്ലെ അവര് പറയണ അനുസരിക്കണം. രണ്ട് ഓപ്ഷനേ നമ്മുടെ മുമ്പിലുള്ളൂ. നമുക്ക് ആരെങ്കിലും കൊണ്ട് പറയിപ്പിച്ചാലോ? വല്ല മന്ത്രിമാരെ ആരെങ്കിലും കൊണ്ട്? എല്ലാം നമ്മള് നോക്കിയതാണെന്നേ. നമ്മളെല്ലാം നോക്കിയാണ്. ഇത് പോയി അവിടെ ജോയിൻ ചെയ്യാൻ നിവർത്തിയില്ല. അമ്മ എന്ന് മാറ്റട്ടെ. ഈ കടപ്പുറത്തിന് ഉത്സവമായി ചാകര, ഈ കടപ്പുറത്തിന് ഉത്സവമായി ചാകര ചാകര ചാകര. ഹലോ. അതെ, എനിക്കിന്ന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലല്ലേ, അതിലും പെട്ടെന്നാണ് വരണതേ. എനിക്ക് കടന്നൽ ഊത്തിയാ അമ്മേ? അല്ല, നിന്നെ കടന്നൽ ഊത്തിയ? ഞങ്ങളെല്ലാരും കുത്തി കൊല്ലു നിങ്ങൾ. അയ്യോ, അത്രയും മോശമായിരുന്നു എന്റെ പാട്ട്. ശരി, ഇനി ഞാൻ പാടണില്ല. ഈ പാട്ട് പാടുകയാണ് നീ കത്തിയ. എടി, ഭർത്താവിനൊരു സന്തോഷം വന്നാൽ അതിൽ പങ്കുചേരണം ഭാര്യ. ഇന്ന് എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. നീ പറയണ്ട എന്താ സന്തോഷത്തിന്റെ കാരണമെന്നൊക്കെ എനിക്കറിയാലോ. ദുഷ്ടൻ. നിങ്ങളോട് ഞങ്ങൾ എന്ത് തെറ്റാ ക്ലീറ്റോ ചെയ്ത്? എന്തിനെങ്കിലും ദ്രോഹിക്കണേ? നിനക്കിപ്പോ എന്താണ് കുഴപ്പം? തലക്ക് അടിവല്ലം പറ്റിയ? നിങ്ങൾക്ക് ആദ്യം എന്താ കുഴപ്പം? നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്ക്. വെള്ളയിട്ട് നടക്ക, ഉള്ളിൽ മുഴുവൻ കറുപ്പാ നിങ്ങളുടെ. എന്തേലും പറയാനുണ്ടെങ്കിൽ കാര്യമായിട്ട് തുറന്നങ്ങോട്ട് പറയാം. അല്ലാതെ നീ മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞാൽ ഞാൻ കാനകനോട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യണം? എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം അവൻ ചെയ്യണ്ടോ? നിങ്ങൾ എന്തോരം വഴക്ക് പറഞ്ഞാലും നിങ്ങൾ ചോദിക്കണം അവനെടുത്ത് തന്നില്ല. അവനോട് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ അവനെ ഇപ്പൊ എന്ത് ചെയ്തെന്ന് പറയൂ. അവൻ എന്ത് ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലേ, പിന്നെ നിങ്ങൾക്ക് എന്താ സന്തോഷം? ഇപ്പൊ
എനിക്ക് സന്തോഷിക്കുക, എന്തെല്ലാം കാര്യമുണ്ട്. ഇപ്പൊ അവൻ എന്താ സംഭവിച്ചെന്ന് പറയേ. ഒന്നും ചെയ്യാതെയാണ് പിന്നെ അവന് ട്രാൻസ്ഫർ ആയത് ആലപ്പുഴയ്ക്ക്. ഓ അത് കേൾക്കാം, ട്രാൻസ്ഫർ ഒന്നും കേട്ടിട്ടില്ല അല്ലേ? നിങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചതൊക്കെ ഞാൻ അറിഞ്ഞതാ. അയ്യോ കർത്താവേ, എടി നീ എന്തായി പറയണേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാം. ഞാൻ സന്തോഷിച്ച എന്തിനാന്നറിയാമോ? വേണ്ട, അറിയണ്ട എനിക്ക്. എടി പാർട്ടിയിലെ സംസ്ഥാന നേതൃസ്ഥാനത്ത് എന്റെ പേര് ഡൽഹിയിൽ നിന്ന് നിർദ്ദേശിച്ചു. പുതിയ കഥ. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറിയപ്പോ പുതിയ കഥ ഇറക്കിയതല്ലേ ഇപ്പൊ? എടി അവന് ട്രാൻസ്ഫർ ഞാൻ കാരണമൊന്നുമല്ല. ഞാൻ അറിഞ്ഞില്ല, സത്യമായിട്ടും അറിഞ്ഞില്ല തങ്കം. ക്ലീറ്റോ ഒരുപാട് കള്ളത്തരം പറയല്ലേ, അത് സത്യം ചെയ്യല്ലേ നിങ്ങൾ കാണിക്കണ മുഴുവൻ ഇങ്ങനെ ശാപം കിട്ടണ പണിയാ. നിന്നാണ് മോളാണ് ഞാൻ. ഞങ്ങൾ ആരെയും പിടിച്ച് സത്യം ചെയ്യണ്ട, പ്രത്യേകിച്ച് എന്റെ കൊച്ചിനെ പിടിച്ച്. എടി അവിടെ പോയി ബഹളം ഉണ്ടാക്കിയെന്നുള്ളത് ശരിയാ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോപിയേട്ടന്റെ മരുമോന്റെ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ അവർ വെച്ചിട്ട് കറണ്ട് മോഷ്ടിച്ച്, അത് ഇവനും ആ ഫാസിൽ കൂടെ ചെന്ന് കണ്ടുപിടിച്ചിട്ട് ഫൈൻ ഇട്ട് കൊടുത്ത്. അതൊന്ന് മാറ്റിത്തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാന്ന് വെല്ലൊക്കെ വിളിച്ചു. പക്ഷെ ഞാൻ സത്യമായിട്ടൊന്നും കാണാപ്പാടം കഥ അങ്ങ് പഠിച്ചു വെച്ചിട്ട് അങ്ങ് വിളമ്പിയാ മതിയല്ലോ. എടി ഞാൻ ഗോപിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ചെയ്യൂന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും സത്യമായിട്ട് എനിക്കൊന്നും അറിയണ്ട. മര്യാദക്ക് അവന്റെ ട്രാൻസ്ഫർ വേണ്ടാന്ന് വെപ്പിച്ചോ നിങ്ങൾ ചെയ്ത്. ഈ ഗോപിയേട്ടനുണ്ടല്ലോ വെറും പാഴാണ്. അയാളെന്ന് വിചാരിച്ച ഒന്നും നടക്കൂല. ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. ഇത്ര നാളും അങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ പാർട്ടിക്കാരെ മാനം മുട്ടി നിൽക്കുന്ന ആൾക്കാരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാം ഒന്നും നടക്കൂലേ കാര്യം കഴിഞ്ഞപ്പോ? പാർട്ടിക്കാരെ പറയുമ്പോ അങ്ങനെ തരം തഴുതി പറയാൻ പറ്റില്ലല്ലോ. എന്നാലും ഡാഡി മാമന്റെ സ്ഥലം മാറ്റണ്ടായിരുന്നു. എന്റെ പൊന്നു മക്കളെ, ഡാഡി ഒരു വകയും ചെയ്തില്ല. ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഇത് സംഭവിക്കില്ല. ഇത് ട്രാൻസ്ഫർ ഞാൻ ഒന്ന് കൂണിമേ ഗുരു എന്ന് പറഞ്ഞ പോലെ അല്ല. എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. Alien versus Alien.